കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു തക്കാളി പറിച്ച് നട്ടതിൻ്റെയൊക്കെ ഇത്. അപ്പോൾ അതിൻ്റെ വളർച്ചേനെ പറ്റി പറയാനാണെന്ന് വന്നിരിക്കുന്നത്. നമുക്ക് നേരെ പോകുന്നതിന് മുമ്പ് ഡേ 3 ആണ്. അപ്പോൾ പോവാം. അപ്പോൾ ഒരു സ്റ്റെപ്പും കൂടി മേളിലാണ് നമുക്ക് അങ്ങോട്ട് നമ്മൾ ഇച്ചിരിയോളം ഗ്രോ ബാഗ്സ് നിറച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും നട്ടതില്ല കേട്ടോ. ഇത് നമ്മുടെ തക്കാളിക്കുട്ടന്മാർ, ഇത് നമ്മുടെ തക്കാളിക്കുട്ടന്മാർ, അതും നമ്മുടെ തക്കാളി 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 ഇത് ഇനി ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇനിയും വളർന്നതിൻ്റെ വീഡിയോസൊക്കെ ഇടും. ഇതും എന്താ, ഇത് പടർന്ന് കയറിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണക്കക്കമ്പൊക്കെ കുത്തിവെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെന്താ പറയുക, മഴയെന്ന് തോന്നുന്നു കേട്ടോ. മേഘങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ ആ പരിസരത്തുണ്ടോ ടവറുകൾ, എൻ്റെ മോനപ്പൊളി. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾ ഇന്നലെ മിനിഞ്ഞാന്ന് കൊണ്ട് ചാണാൻ മൂത്രം, പശുവിൻ്റെ മൂത്രമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഒഴിച്ച് ഇച്ചിരി വെള്ളമൊക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ നേരത്തെ അതിനെ ചകിരിച്ചോറും ഇതിലൊക്കെ ഇട്ടുണ്ട്. ഇത്രയായിട്ട് നമ്മുടെ തക്കാളിക്കുട്ടന്മാർ. ഇതിനകത്ത് ഏറ്റവും വലിയ ഇവനാണെന്ന് തോന്നുന്നു. ഇതുപോലെ പന്തലിച്ച് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ അതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ച് തുടങ്ങണം. പിന്നെ ആട്ടിൻകാട്ടും ഇതൊക്കെ മിക്സ് ചെയ്ത് നല്ല സൂപ്പർ മണ്ണാണ് കേട്ടത്. ഇതേ പോണതാണ് ഞങ്ങൾക്ക് നിർദ്ദേശം തരാൻ വന്ന അച്ഛമ്മ. അപ്പോൾ പിന്നെ അത് ബീൻസ് നടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഗ്രോ ബാഗുകൾ നിറച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഈ മണ്ണ് ആട്ടിൻകാട്ടും പിന്നെ ചകിരിച്ചോറും മണ്ണും ഇതൊക്കെ മിക്സ് ചെയ്ത് കരിയിലൊക്കെ ഇതുണ്ടോ കേട്ടോ. ഞാനൊരു കരിയില കണ്ടില്ല, ഇതുണ്ടോ കരിയില, ഈ കരിയിലൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കണയാണ്. പിന്നെ കരിയില ആദ്യം ഇച്ചിരി മണ്ണിട്ടിട്ട് പിന്നെ കരിയിലിട്ടു. അതിൻ്റെ മേളിൽ തന്നെ ഒരു ഇച്ചിരിയും കൂടെ മണ്ണ് ഇട്ട് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. നമുക്ക് കരിയിൽ ഇത് കണ്ടോ കരിയില. പിന്നെ ഇത് ഇങ്ങനെ ഇതുണ്ടോ, ഇതിനകത്ത് കരിയില ഇവിടെ ആയിട്ടാണ് ഇതുണ്ട്. കരിയിലൊക്കെ പൊങ്ങിയാറുണ്ട്. അപ്പോൾ നല്ല ശുദ്ധമായ മണ്ണ്, അങ്ങനെയാണ് അവൻ പറയുന്നത്. ഇതാണ് ഈ മണ്ണിലാണ് നമ്മൾ ആട്ടിൻകാട്ട് ഇതൊക്കെ ഒരു നാളെയിൽ ഈ കൃഷിയൊക്കെ നട്ടു. അപ്പോൾ 2 മാസം പോയത്, 2 ആഴ്ച പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു. പിന്നെ പഠിക്കണതിൻ്റെ തിരക്കൊക്കെ ആയതുകൊണ്ട് അത് കാരണമാണ് വിളിക്കാൻ പറ്റാത്തത്. അപ്പോൾ എന്താ, എല്ലാവർക്കും ഫാമിൻ്റെ ഫോറായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.